ഇന്നത്തെ ഇത് സ്പെഷ്യലി കലവയാണ്. കലവ പിന്നെ ഇതിൽ മറ്റൊരു മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഓക്കെ, തുടങ്ങട്ടെ. കടുകിട്ട് കുടമ്പുളിയിട്ട് പറ്റിച്ച് വെക്കാനാണ്. കടുക് പൊട്ടിത്തുടങ്ങി ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കണം. തീ കുറച്ചിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിന് ശേഷം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് വാടിക്കും ഉള്ളിയിട്ട്. ഇത് അല്പം ചതച്ച മുളക് കേട്ടോ. പച്ചമുളക് പകരം വെച്ചാലും മതി, തന്നെയാണല്ലോ ചതക്കണം. അല്പം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടതാണ്. ഇതിനകത്ത് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് വെക്കാം. കലവ ഉണ്ട് എന്നിട്ട് ചെറുതായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. കുടമ്പുളി ഇട്ട് കൊടുക്കാം. എന്നാൽ മൂടി വെക്കാം. കുടമ്പുളി ഇട്ട് മൂടി വെക്കാം, അടച്ചു വെക്കാം. ഞാൻ അവിടെ നിന്ന് വേഗട്ടെ, അതുകൊണ്ട് മറിച്ചിടാം കേട്ടോ. അടച്ചു വെക്കട്ടെ. തീയത്തിൽ കൂട്ടിയിടാം. നമ്മൾ തുറന്ന് നോക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ട് വരണം. ഇനിയിപ്പോൾ തീ കുറച്ചിട്ടൊന്ന് മറിച്ചിട്ടേക്കാം. തീ കുറച്ച് തുറന്ന് നോക്കാട്ടെ. ഇപ്പോൾ ആയിട്ടുണ്ടാവും. മുളക് അടിപൊളി. ഇതിലേ മുളക് പൊടി കുറച്ചൊക്കെ കൊണ്ടാണ് കളറില്ലാത്തത്. കളർ ഞാൻ കുറച്ചതാണ്, കാരണം പച്ചമുളകുണ്ട്, പിന്നെ ചതച്ച മുളകുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള എരിവും കാര്യങ്ങളുണ്ടാവും. മുളക് പൊടിയൊക്കെ പലതും കൂട്ടല്ല വരുന്നത്, അതാണ് കളറ് കുറച്ചാണ് കേൾക്കണ്ട. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ കമൻറ്റും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.